ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. സുഭാഷിതം. സെക്കരിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. And I will pour on the house of David and on the inhabitants of Jerusalem the spirit of grace and supplication. Then they will look on me whom they pierced. Yes, they will mourn for him as one who mourns for his only son, and grieve for him as one grieves for a firstborn. ഇസ്രായേലിന്റെ അന്തിമ മോചനത്തിന്റെയും രക്ഷയുടെയും പ്രമേയമാണ് സെക്കരിയ പ്രവചനം 12-ാം അധ്യായത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട പ്രവചന നിവൃത്തിയുടെ ഒത്തുചേരൽ ഈ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1948 ഇസ്രയേൽ ഒരു രാഷ്ട്രമായി രൂപീകരിക്കപ്പെട്ടത്. അന്നു മുതൽ ലോകത്തിന്റെ കണ്ണുകൾ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന ഈ ചെറിയ രാഷ്ട്രത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇസ്രയേൽ ജനതയ്ക്ക് വിടുതലിന്റെയും രക്ഷയുടെയും ഒരു മഹത്തായ ദിവസം വരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ആ നാളിനെ കുറിച്ച് 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ 16 തവണ പ്രവാചകൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ദിവസമാണ് കർത്താവിന്റെ ദിവസം. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ക്രിസ്തുവിന്റെ 1-ാം വരവിനെ കുറിച്ചും 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ 2-ാം വരവിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. നാം വായിച്ച കുറിവാക്യം സൂചിപ്പിക്കുന്നത് മശിഹ തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചാകുന്നു. 1-ാം വരവിൽ യഹൂദ ജനം മശിഹായെ അംഗീകരിച്ചില്ല. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് നിലവിളിച്ച് ക്രൂശിച്ച യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിങ്കിൽ യഥാർത്ഥമായ നല്ല ഇടയനെ അവർ സ്വീകരിക്കും. അതിനോടകം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ നടന്നിരിക്കും. പൗലോസ് എഴുതിയിരിക്കുന്നത് ഇസ്രയേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. റോമർ 11:25 പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. പ്രിയമുള്ളവരെ, യഹൂദാജനം മശിഹായെ അംഗീകരിക്കാത്തതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞു. എന്നാൽ അവർ സ്വന്തം ജനമാണ്. ദൈവത്തിന് പ്രത്യേക പദ്ധതി ഇസ്രായേലിനെ കുറിച്ചുണ്ട്. അന്നാളിൽ കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ അവർക്ക് ലഭിക്കും. യെരുശലേം അമാനുഷികമായി സംരക്ഷിക്കപ്പെടുകയും ആത്മാവ് ജനതയുടെ മേൽ പകരപ്പെടുകയും ചെയ്യുമ്പോൾ അവർ കുത്തിയ യേശുവിങ്കിലേക്ക് തിരിയും. അവന്റെ തല മുള്ളുകൾ കൊണ്ട് കുത്തിയിരുന്നു, അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടിരുന്നു. കുന്തം കൊണ്ടുള്ള കുത്ത് അവിടുത്തെ വിലാപ്പുറത്തിൽ തെളിഞ്ഞു കാണാം. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് നോക്കും. അവിടുന്ന് എന്തുകൊണ്ടാണ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടതെന്നും അവിടെ എന്താണ് നേടിയതെന്നും മനസ്സിലാക്കുമ്പോൾ
മാനസാന്തരത്തിലേക്കും കണ്ണുനീരിലേക്കും ജനം മടങ്ങി വരും. അവിടെയാണ് രക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നത്. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ രക്ഷ പ്രാപിപ്പാൻ കഴിയും. അന്നാളിൽ ഇസ്രയേൽ മുഴുവനായി രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് യേശുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച തന്റെ സഭയെ ചേർക്കുവാൻ അവിടുന്ന് മധ്യാകാശത്തിൽ വരും. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രത്യാശ. ആ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എനിക്കു വേണ്ടി മരിച്ചതിനാ തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്. അടിപ്പിണരാൽ രോഗസൗഖ്യവുമുണ്ട്. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്. അടിപ്പിണരാൽ